ജനിക്കണമെന്ന് എഴുതപ്പെട്ടു. അവൻ ജനിക്കുന്നതിന് മുൻപ് അവന് ആരിൽ മകനായി ജനിക്കണമെന്ന് എഴുതപ്പെട്ടു. ജനിക്കുന്നതിന് മുൻപ് അവൻ എങ്ങനെ മരിക്കണമെന്ന് എഴുതപ്പെട്ടു. ജനിക്കുന്നതിന് മുൻപ് അവൻ എവിടെ അടക്കപ്പെടണമെന്ന് എഴുതപ്പെട്ടു. ജനിക്കുന്നതിന് മുൻപ് അവന്റെ മരണം ഏത് വിധമായിരിക്കണമെന്ന് എഴുതപ്പെട്ടു. ജനിക്കുന്നതിന് മുൻപ് മരിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് സംഭവിക്കുമെന്ന് എഴുതപ്പെട്ടു. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു ചരിത്ര പുരുഷനില്ല. ലോകത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച് ആകാശത്തിനും ഭൂമിക്കും നടുവിലായി മരക്കുരിശിന്റെ മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ അങ്ങനെ ഒരു ചരിത്ര പുരുഷൻ വേറെയില്ല. ആ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്. അവൻ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം ദൈവം പ്രഖ്യാപിച്ചു. ഭാവിയായ മനുഷ്യന് പാപത്തിന് മോചനം നൽകാൻ കഴിയുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർഗമാണ്. യേശു ഇവിടെ വന്നത് ഏതെങ്കിലും ഒരു മതം സ്ഥാപിക്കാനല്ല. ഞങ്ങൾ ഇവിടെ നടത്തുന്നത് മതപ്രസംഗവുമല്ല. ഞങ്ങൾ ഇവിടെ നടത്തുന്നത് സുവിശേഷ സന്ദേശമാണ്, സുവിശേഷ പ്രഘോഷണമാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? മതങ്ങളുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. മതങ്ങൾക്ക് മനുഷ്യർക്ക് പരിഹാരം വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ യേശു ക്രിസ്തു മാത്രമാണ് മാനവകുലത്തിന് ശാശ്വതമായ രക്ഷ വാഗ്ദത്തം ചെയ്തത്. അത് സംബന്ധിച്ച്